പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് ബി.ജെ.പി. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മണ്ഡലത്തിലെ സാധ്യതകളെക്കുറിച്ച് നേതാക്കൾ വാചാലരായി. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയും ശക്തമാണ്. തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും. സുരേഷ് ഗോപി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം പോലെ പാലക്കാട് ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന് തന്നെയാണ് നേതാക്കളുടെ എല്ലാം പ്രതീക്ഷ. പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ബി.ജെ.പിക്ക് തന്നാൽ 2026 കേരളത്തിൽ നിന്ന് ബി.ജെ.പി. മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ വാഗ്ദാനം. പാലക്കാടും ചേലക്കരയും ഞങ്ങൾക്ക് തരണം, പാലക്കാടും ചേലക്കരയും ഞങ്ങൾക്ക് തരണം. 2026 മോദിയുടെ സർക്കാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേരളത്തിൽ ഉണ്ടാവും. അതിനാവട്ടെ നിങ്ങളുടെ എല്ലാം കഠിനമായ പരിശ്രമം. താമര ചിഹ്നത്തിൽ ആര് നിന്നാലും പാലക്കാട് നിന്ന് വിജയിക്കുമെന്ന് ശോഭാ സുരേന്ദ്രനും ഇത്തവണ പാലക്കാട് വിജയമുറപ്പെന്ന് വി മുരളീധരനും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പാലക്കാട്ടേക്ക് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിപ്പിച്ച ശോഭ മാറിയ സാഹചര്യത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായാൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അകൽച്ചയിലായിരുന്ന കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പുകഴ്ത്തിയായിരുന്നു ശോഭയുടെ വേദിയിലെ പ്രസംഗമെന്നതും ശ്രദ്ധേയം. ശോഭയ്ക്ക് പുറമെ സി കൃഷ്ണകുമാർ, സന്ദീപ് വാര്യർ, കുമ്മനം എന്നിവരാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള മറ്റുള്ളവർ. 24 പാലക്കാട്.